സത്യം പറയടാ തണ്ടി, തൊണ്ടി സാധനം എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വില പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാമച്ചെന്ന ഒരു മാസം കഴിഞ്ഞ് നീ മൂത്രമൊഴിക്കൂ. ബ്ലഡി റാസ്കൽ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവനെ അകത്തത്. എന്റെ പ്രഭാകര, ഇനി 2 ദിവസമുള്ളൂ ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പരൊരു സന്തോഷം പറയാനില്ല. സത്യം പറയല്ലോ സാർ, ആദ്യം കണ്ടത് പ്രഭാകരന, പ്രതീക്ഷിക്കാതെ ജീവൻ പണയം വെച്ച് പിടിച്ചത് പ്രഭാകരന. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ അവൻ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്ത. പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ സാരില്ല സാരില്ല. നീ വരുന്നു അറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ത്രിൽ. The whole day has come back. ഇതാ ഇത് 200. ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും. 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത്? അത് 1 വേ. ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ? ലഗേജ് തുടർന്ന് എന്റെ കാശ് തന്നിട്ട്. പെണ്ണുങ്ങളുടെ എന്തോ ആവാന്നാണോ? ലഗേജ് തുടരുന്നാ പറഞ്ഞേ. നമ്മളത് കുറെ കണ്ടതാ. സമയം കളയാ, കാശെടുക്ക. എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ചാ ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അയാൾ 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായ? ലഗേജ് തരില്ലത്രേ. എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം ഈ തൊപ്പി തലയിൽ കയറിപ്പോയില്ലേ? പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. KLD 9031. എവിടെ തന്റെ ലൈസൻസ് ബുക്കും? ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ, അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവനാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2000 ഒരു 50 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ നകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നീ എപ്പോ വന്നു? ശകലം മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യമോ ചേട്ടാ ഞാൻ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. വിളിച്ചത് കൊച്ചേട്ടനോ? എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടനും കൂടിയൊക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീത്തയാക്കരുത് കേട്ടാ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്യലൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോ സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം. കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ. നീ പിരിച്ചോടത്തോളം മതി. നീ എന്റെ ഷെയർ കടം പറയാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപമിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിട പറയുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോ സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ? സംശയമാണ്.
ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. പ്രിയ സാരല്ല. സോഡ. അബ്ദു, നമസ്കാരം. അങ്ങോട്ട് കൊണ്ട് കടുപ്പിക്കോ. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോസ് സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവെളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിക്കും. ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ ഇവിടെ വട്ടത്തിലുള്ളത്. കടയിലെ സാധനങ്ങൾ എവിടെ പോണോ അളിയും ചോദിക്കാറില്ലേ? ദേ കണ്ടോ, ഈ കുപ്പിയിൽ 1 കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ. മോങ്ങാനിരിക്കുന്ന നായയുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ. ഓ, അപ്പൊ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാമല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവനിങ്ങ് വാ, 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാൽ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പ്രഭാര, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവൻ ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാൽ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണോ? അത് വേണം. ഒടുവിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ. അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ. അയ്യോ, 10ന്റെ നോട്ടില്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നല്ലേ ഉള്ളൂ. മോനെ, ഒരു 10 രൂപ കൊടുത്തവന്. എന്തെങ്കിലും നടക്കണ്? ഞാൻ കെടുക്കല്ല. നടുവോടെ വഴിയെടുത്ത് കുത്തി കെടുത്തി കളഞ്ഞാണ്. ആര്? വാസു. ശ്വാസം കിട്ടില്ല. ഹലോ, യെസ്, കൊടുക്കാം. ഹലോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ അവന് ഊണായിട്ട് സെല്ലിനകത്ത് കയറിയപ്പോ അവൻ ഉറക്കം നടിച്ചെടുക്കായിരുന്നു. അബ്ദുവിന്റെ നിലവിളി കേട്ടിട്ടാ ഞാൻ ഓടിച്ചെന്നത്. അവന്റെ മോന്ത് കൊന്നിട്ട് ഓടിക്കളഞ്ഞെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിലെ ആദ്യത്തെ സംഭവം അത്. ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ, പെട്ടെന്നല്ലേ കാണാതായത്. അവന് മായയും മന്ത്രമൊക്കെ അറിയാവുന്ന പറഞ്ഞു. Stop it. വിവരക്കേട് പറയാതെ പോയി സെർച്ച് ചെയ്യൂ. നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാനേ ഓർഡർ. ഏതായാലും ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്ന് കിട്ടിയത്. ലോകകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കില്ല അല്ലേ? ഇവനിത് എവിടെ SP ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചയ്ക്ക് അവനെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത്? ഒരാഴ്ച കൊണ്ട്. എടോ, അതിന് ഇനി 8 ദിവസം. അതിന് ഇപ്പഴേ ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പഠിച്ചോത്ര തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയും വേണ്ട. എന്തൊരു അന്യായ
കാണിക്കുന്നത്? എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരിങ്ങ് എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ? നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ. 1 മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്കൊന്ന് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛാ ഒന്നിങ്ങോട്ട് നിന്നേ, വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്, ആരെങ്കിലും കാണും. എത്ര കാലമാ ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം. ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോൻ ചേർക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അമ്മാവൻ അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്തി ലീല ചേച്ചി കൊണ്ടു കൊടുത്തത്. ഞാനല്ലേ? എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യ സമയമില്ല, നെട്ടോട്ട് ഓടുമ്പോഴാവും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട, എന്തിനിട്ട് കരയിക്കുന്നേ? ആ, എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ, മീൻ ഞാൻ വെട്ട. അമ്മ പൊടിയെടുത്ത് കുഴയ്ക്ക്. കൊണ്ടവിടെ കൊച്ചിനെടുത്തു. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോനെ കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വീണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊച്ചു നിന്നെ ഞാൻ നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. ഓ, അവിടെ ഒരു കൊച്ച്. ഞാൻ വളർത്തിയാറി 3 എണ്ണത്തിന്. അവളൊരു തൻകാര്യക്കാരി. എല്ലാവരും തൻകാര്യക്കാരി തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി? എങ്ങനെയാ ഗോതമ്പൊടി മണ്ണിൽ പോയതെന്ന്? ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാധവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ. അമ്മാവാ, ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും, സൂക്ഷിക്കണം. ഇളകട്ടെ. ഒരാഴ്ചയായിട്ട് മലശോധന തീരെ കുറവാ. പക്ഷെ എന്റെ ചുമ മാറി. എങ്ങനെ? കൽക്കണ്ടവും ചുവന്നുള്ളി 3 ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു. ഓഹോ, അതും തീർത്തോ? ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല ചരട് പിടിക്കേണ്ടത്. എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, ഇതിനകത്തിരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പോയി? അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക്. എന്റെ ആനുകൂല്യം തന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്തപ്പേരൊക്കെ എനിക്ക് പറ്റില്ല. എന്റെ പോലെ ഒരു തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിച്ചിന് നീ ദൈവത്തിനോട് നന്ദി പറയടാ. നീ അല്ലാതെ ഈ പെരുവയറിനെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ. എന്തായാലും നിന്നേക്കാൾ ഭേദമാ. എന്നാ അനുഭവിച്ചോ? ആ മോനെ, പട്ടം കാണിച്ചു തരാം. പട്ടം എങ്ങനെ പറപ്പിക്കാൻ കാണിച്ചു തരാം. കണ്ട, വളരെ സൂക്ഷിച്ച് പറപ്പിച്ച ഇത്രയും നല്ലൊരു ഏർപ്പാട് വരില്ല. ഞാൻ ഈ ചെടിയുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒന്ന് ഓടി വായോ. അയ്യോ അമ്മാവ, എന്ത് പറ്റി? ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ, ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കമ്മലി നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്ക എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മാവനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനെ ഒടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്
ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. സബ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആ വാസു കടന്നളഞ്ഞത്രേ. അയ്യോ, ആ നമ്മളെ കയ്യിൽ നിന്നല്ലല്ലോ സാർ ചാടിപ്പോയത്, പിന്നെ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട് പ്രഭാകരന്. ഓൻ സൂക്ഷിക്കണം. ഇത്തവണ അവൻ ചാടി രണ്ടും കൽപ്പിച്ചു തന്നെയാ. വാസുവിന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അവൻ പറഞ്ഞിരുന്നു പ്രഭാകരനെ വെച്ചേക്കൂലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു. പ്രഭാകരൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് കൊലച്ചോറ് തന്നെയാണ്. എല്ലാം വിധിയാണ് മോനെ. നീ എന്നാ ജയിലിൽ നിറങ്ങിയത്? കഴിഞ്ഞ 15-ാം തീയതി. നീ എന്നോട് വാ, എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നും ഇപ്പോ തന്നെ. എന്താ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച 3 ഇപ്രാവശ്യം എന്നെ തട്ടി തന്നെ. അയ്യോ വണ്ടി വിട്ടോ അവരെ കേട്ടല്ലേ? ഓഹോ കേറ്റി. പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാനാണ്. നേരെ മറിച്ചാണല്ലോ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി എടുത്തേ. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല, ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ.
അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട്.